So welcome all my colleagues and sir for this auspicious occasion of Aushadha Dinam. I hope everyone knows the importance of this Aushadha Dinam. Being 16th of this Karkatam, the significance of this medicine distribution is very important, being the Vaidyas in the esteemed institution. And we welcome you all, and we would like to invite sir for briefing us about the importance and the significance of this special day. നമസ്കാരം. മുക്കുടി എന്നൊരു ഔഷധ വിധി ആയുർവേദ ശാസ്ത്രത്തിൽ പല ദിക്കിലും ഗ്രന്ഥങ്ങൾ പറഞ്ഞു കാണുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻ ഓൾ ദി ബുക്സ്, സംഹിതാസ് ആൻഡ് ഈവൻ ദി പ്രകരണ ഗ്രന്ഥാസ്. മുക്കുടി എന്ന് പറയും. കഷായ യോഗങ്ങൾ, ഘൃതം, അങ്ങനെയുള്ള കൽപ്പനകൾ പോലെ ഉള്ളൊരു കൽപ്പനയാണ് മുക്കുടി. ഇത് അധികം ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല. ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. അത് ഈ മുക്കുടി എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു പ്രാചീന സമ്പ്രദായം. വി ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. മെനി പീപ്പിൾ തിങ്ക് ഇൻ ദാറ്റ് വേ. പക്ഷെ അങ്ങനെയല്ല. ഈ മുക്കുടി എന്നുള്ളത് നമ്മുടെ അഷ്ടാംഗത എടുത്തു കഴിഞ്ഞാൽ ഇപ്പം 3-ാമത്തെ അധ്യായം ഋതുചര്യ. ആ ഋതുചര്യയിൽ പല യോഗങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിത്യമായിട്ട് നമ്മൾ ഋതുക്കൾക്കനുസരിച്ച് കഴിക്കേണ്ടതായിട്ടുള്ള ആഹാരവിധികൾ, ആ ആഹാരവിധികൾ പറയുന്നു. ഖളം, പാനകം, പഞ്ചസാരം, ഖാണ്ഡവം, അങ്ങനെ പല പേരുകളിൽ പല സാധനങ്ങൾ അവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളൊന്നും നമ്മളെന്താണെന്ന് സൗത്ത് ഇന്ത്യയിലെ ആൾക്കാരാണെങ്കിൽ അവർ ഇതെല്ലാം നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്ന് വിചാരിക്കും. നോർത്ത് ഇന്ത്യക്കാർ അഷ്ടാംഗൃതയും വായിക്കുമ്പോൾ ഇതൊക്കെ സൗത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കണമെന്ന് വിചാരിക്കും. ആരും നോബഡി നോസ് വാട്ട് ഇറ്റ് ഈസ് എക്സാക്ട്ലി. സോ ദീസ് കൈൻഡ് ഓഫ് പ്രാക്ടീസസ് ഹാവ് ടോട്ടലി ഗിവൺ അപ്പ്. അങ്ങനൊരു സിറ്റുവേഷനാണ് ഇന്നുള്ളത്. അപ്പോൾ ഈ മുക്കുടി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മുക്കുടി ഉപയോഗിക്കുന്നുണ്ട്. വി ആർ ഓൾ യൂസിങ് ദിസ് മുക്കുടി ഇൻ അവർ ഹോസ്പിറ്റൽ, ബട്ട് വി ഡോണ്ട് നോ. ദ ഇൻസ്റ്റൻറ്റ് മുക്കുടി ഈസ് അവർ കാച്ചിയമോര്. നമ്മുടെ ക്യാൻറ്റീനിൽ നിന്നുള്ള കാച്ചിയമോരുണ്ടല്ലോ, അത് ഇൻസ്റ്റൻറ്റ് മുക്കുടിയാണ്. അത് ഔഷധങ്ങളൊക്കെ പലതൊട്ടിട്ട് രോഗത്തിനനുസരിച്ച് പാകപ്പെടുത്തി എടുക്കുമ്പോഴാണ് അത് ഔഷധമായിട്ട് മാറുന്നത്. അപ്പോൾ പല സംഗതികളും ഔഷധമാണ്. അറ്റ് ദി സെയിം ടൈം ദാറ്റ്സ് പാർട്ട് ഓഫ് ദി ഫുഡ്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു അതിസാരം വന്നു നോക്കിയ ആ അതിസാരം വന്നു കഴിഞ്ഞാൽ ഡയറിയ കണ്ടീഷൻ ദിസ് കാച്ചിയമോര് ഈസ് യൂസ്ഡ് ആസ് ഫുഡ് ആസ് വെൽ ആസ് മെഡിസിൻ. അതുമാതിരി ഒരു സാധനമാണ് ഈ മുക്കുടി എന്നുള്ളത്. പിന്നെ ഈ കൽപ്പനയുടെ വ്യത്യാസങ്ങൾ. ഈ കൽപ്പന എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഘൃതകൽപ്പന, നെയ്യുകൾ ബേസായിട്ട് ഉണ്ടാക്കുന്ന മരുന്നുകൾ ഘൃതകൽപ്പന. അതുമായി കഷായ കൽപ്പന, വെള്ളത്തിൻ്റെ ബേസിൽ ഉണ്ടാക്കുന്ന കഷായ കൽപ്പന. അങ്ങനെ വ്യത്യസ്ത തൈലകൽപ്പന, തിലതൈലം ഉപയോഗിച്ചുണ്ടാക്കുന്ന മരുന്ന് തൈലകൽപ്പന. ഇങ്ങനെ ഈ കൽപ്പന, സംസ്കാരം, പാകം, ഇങ്ങനെ പല വിഷയങ്ങൾ. ദർ ആർ സോ മെനി തിങ്സ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് medicines. So based on the kalpana that medicine is prepared, and that is exactly according to ദോഷകോപ. ദോഷകോപങ്ങൾക്കനുസരിച്ചാണ് കൽപ്പനകളുടെ ഉപയോഗം വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കൽപ്പന? ഇവിടെ കൽപ്പന മോരാണ്. തക്രം ഈസ് ദ കൽപ്പന ഹിയർ. ആ തക്രത്തിൽ ഔഷധങ്ങളിട്ട് പാകപ്പെടുത്തിയെടുക്കുന്ന മരുന്നിൻ്റെ യോഗങ്ങൾ ആണ് ഇത്. ഇതുപോലെ തന്നെ യവാഗു, വ്യത്യസ്തമായ കഞ്ഞികൾ പറയുന്നുണ്ട്. ഇപ്പോൾ ജ്വരത്തിൽ കഞ്ഞി കുടിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കഞ്ഞികൾ പറയുന്നുണ്ട്. ഔഷധക്കഞ്ഞി. നമ്മളിപ്പോൾ ഈ കർക്കിടമാസത്തിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ ഔഷധക്കൂട്ടുകൾ. അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഔഷധക്കൂട്ടുകളാണ് ഓരോ കമ്പനി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നതല്ല സമാജത്തിൽ ഉണ്ടാക്കുന്നത്, അതല്ല കോട്ടയ്ക്കൽ ഉണ്ടാക്കുന്നത്, വ്യത്യസ്തങ്ങളാണ്. അങ്ങനെ പല കൂട്ടുകളും വ്യത്യസ്തങ്ങളാണ്. ഇപ്പോൾ മുറിവെണ്ണ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുറിവെണ്ണ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യോഗാസ് ആർ ദെയർ. ഇറ്റ്സ് നോട്ട് ദ സെയിം ഫോർമുലേഷൻ എവരിവെയർ. സോ അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൂട്ടുകളാണ് ഇതിലുള്ളത്. അപ്പം ഇത് ഒരു ഔഷധക്കൂട്ടല്ല. വി ആർ പ്രിപ്പയറിങ് ഓൺലി 2 റൈറ്റ് നൗ, അല്ലേ? അത് ഞാൻ കൊടുത്തന്നെയാണെന്ന് തോന്നുന്നു രണ്ടും.
അതല്ലാതെയും ഒരുപാട് ഇപ്പോൾ അതിസാരം ഇൻ ചരക സംഹിത ദർ ആർ 4 യോഗസ്, 4 ഖളം. ഖളം എന്നാണ് അതിന് പേര് പറയാം സംസ്കൃതത്തിൽ, ഫോർ മേക്കിംഗ് ഖളം. പിന്നെ കപാതിസാരം, അങ്ങനെ പല യോഗങ്ങളുണ്ട്. ഇപ്പോൾ ദീപന പാചനങ്ങളായിട്ടുള്ള കഷായ യോഗങ്ങളൊക്കെ പറയുന്ന പേരാണ് പ്രമഥ്യ. ഹാവ് യു ഹേർഡ് ഓഫ് ഇറ്റ്? പ്രമഥ്യ എന്നായിട്ട് പേര് പറയാം. അങ്ങനെയുള്ള യോഗങ്ങൾ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അവൈലബിൾ ആണ്. ഇത് ഈ മുക്കുടി എന്നുള്ളത് പണ്ടൊക്കെ വൈദ്യശാലകളിൽ, ഗ്രാമത്തിലുള്ള വൈദ്യശാലകളിൽ ഈ മുക്കുടി അവൈലബിൾ ആയിരുന്നു. അതുണ്ടാക്കി വെക്കും. അത് എത്രത്തോളം പുളിക്കുന്നു അത്രയും എൻ്റെ ഔഷധ ഗുണമുള്ളതാണ്. പ്രത്യേകിച്ച് വയറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതിലൂടെ പലതരത്തിലുള്ള യോഗങ്ങൾ ഉണ്ടാക്കി വയ്ക്കാം. ദാറ്റ്സ് മൈ സജഷൻ. വി ക്യാൻ മേക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ഫോർമുലേഷൻസ് വി ക്യാൻ യൂസ് ആൻഡ് കീപ്പ് ഇറ്റ് ഹിയർ. ഇറ്റ് വിൽ നോട്ട് ബി സ്പോയിൽഡ്. സോ വി ക്യാൻ ഗീവ് ഇറ്റ് അക്കോർഡിംഗ് ടു അവർ സ്റ്റമക്ക് കണ്ടീഷൻ. മെയിനായിട്ട് ഇത് കൊടുക്കുന്നത് ഇപ്പോൾ ഈ അതിസാരം, ഗ്രഹിണി, അതുപോലെ ഉദരം, അങ്ങനെ ഗുൽമൻ, ഇങ്ങനെയുള്ള രോഗങ്ങളിലാണ് മെയിനായിട്ട് ഇത്. അതായത് വയറ് ശരിയാക്കുന്ന ഒരു ഔഷധക്കൂട്ട് അങ്ങനെയാണ്. അത് പല രോഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു ഓപ്പൺ ദാറ്റ് അഷ്ടാംഗഹൃദയ ചരക സംഹിത യു വിൽ സീ ദാറ്റ് ഡിഫറെൻറ്റ് ഫോർമുലേഷൻസ് ആണ്. ബട്ട് നമ്മൾ കംപ്ലീറ്റ് വിസ്മരിക്കണം. വി ഫൊർഗോട്ട് ഓൾ ദോസ് തിങ്സ്. അതുപോലെ കഞ്ഞിക്കൂട്ട് പോലെ തന്നെ ഇതിൻ്റെ കൂട്ടുകൾ നമുക്ക് ഔഷധമായിട്ട് ഇവിടെ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാതിരി പാനകം പഞ്ചസാരം പാനകം എന്ന് പറയുന്ന സാധനം, ആ പാനകം ഇതുപോലെ വയറിന് നല്ലൊരു ഡ്രിങ്ക്സാണ്. അപ്പം നമ്മളിവിടെ 10 മണി എന്താ ഒരു സാധനം കൊടുക്കില്ലേ, എന്താ സൂപ്പ് ആ സൂപ്പ് മാതിരി ആയുർവേദത്തിൽ പറയുന്ന ഒരു സാധനമാണ് പാനകം. അതിൻ്റെ കൂട്ടുകൾ നല്ല സർവാംഗസുന്ദരി വ്യാഖ്യാനത്തിലും ഒക്കെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അതെടുത്തിട്ട് നമുക്ക് പാനകം കൊടുത്താൽ എന്താ കുഴപ്പം പേഷ്യൻസിന്? ഇറ്റ് ഈസ് ആസ് പെർ ദ ടെക്സ്റ്റ്. അതാണ്. അപ്പോൾ ഈ തരം ഫോർമുലേഷൻസ് നമ്മൾ ഉണ്ടാക്കി ഉപയോഗിക്കുക. ഇതിപ്പോൾ ആദ്യം കൊണ്ടുവന്ന ഇതിപ്പോൾ അമ്പലത്തിലൊക്കെ കിട്ടും. ഇപ്പോൾ ധന്വന്തരി ക്ഷേത്രത്തിൽ, നെല്ലുവായ അമ്പലത്തിൽ അവിടെ പാനകമുണ്ട്, ഇരിങ്ങാലക്കുടയിലുണ്ട്, കൂടൽമാണിക്യത്തിലുണ്ട്, വൈക്കത്ത് അപ്പൻ്റെ അവിടെ ഉണ്ട്. ഈ വക യോഗങ്ങളൊക്കെ ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ കുട്ടഞ്ചേരി മൂസ, അഷ്ടവൈദ്യൻ കുട്ടഞ്ചേരി മൂസ എന്ന് പറയും. അവരാണ് ഈ യോഗങ്ങളൊക്കെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ പാനകം വിതരണം ചെയ്യുന്ന ക്ഷേത്രങ്ങളുടെ ആസ് എ പ്രസാദ യു ക്യാൻ ഗെറ്റ് പാനക ഫ്രം ഡിഫറെൻറ്റ് ക്ഷേത്ര. ഈവൻ യവാഗോ ഈസ് ദേ ഡിഫറെൻറ്റ് ഫോർമുലേഷൻസ് ഓഫ് കഞ്ഞി, ഔഷധക്കഞ്ഞി, ദാറ്റ്സ് ആൾസോ. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. അതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. ബിക്കോസ് ദ ഹോൾ ആയുർവേദ ഇസ് ഇൻ എ ക്യാപ്സ്യൂൾ ഫോം ടുഡേ. ഇഫ് സംബഡി ഹിയർ അബൌട്ട് ഇറ്റ് ദേ വിൽ ട്രൈ ടു മേക്ക് എ ക്യാപ്സ്യൂൾ ഇമ്മീഡിയറ്റ്ലി. ഔഷധക്കൂട്ടും കഞ്ഞിയും ഇതൊക്കെ പോയിട്ട് അവസാനം എന്താവും ക്യാപ്സ്യൂൾ. ഐ തിങ്ക് സം ഓഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്, യു നോ, ആൻഡ് ലുക്കിംഗ് ഫോർ എ ചാൻസ്. ഇതിൽ ശ്രദ്ധിക്കണേക്കാൾ കൂടുതൽ നമുക്ക് എങ്ങനെ ക്യാപ്സ്യൂളാക്കാം. ഏത് മുക്കുടി കൽപ്പനയൊന്നും ഇല്ല. പിന്നെ ക്യാപ്സ്യൂളാണ്. ദ ഹോൾ ആയുർവേദ ഇസ് ഇൻ എ ക്യാപ്സ്യൂൾ ഫോം. സോ വൈ കാൻറ്റ് വി മേക്ക് ഇറ്റ് ഇൻ എ ക്യാപ്സ്യൂൾ ഫോം? അതാണ് ഇന്നത്തെ ട്രെൻഡ്. അതാണ്. അപ്പോൾ ആ ട്രെൻഡ് വേണ്ട നമുക്ക്. നമ്മളെന്തെങ്കിലും പുതുതായിട്ടുള്ള ഇന്നൊവേഷൻസ് അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ചെയ്യുക വെച്ചാൽ അതിനുള്ള പേര് ഇന്നൊവേഷൻ എന്നാണ്. അല്ല, നമ്മൾ പഴയ രീതിയിൽ തന്നെ പ്രാചീന രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നോ കോംപ്രമൈസ് ആണെങ്കിലോ അതൊരു മൂരാഴ്ച വരുന്നത്. നോ കോംപ്രമൈസ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനാണ്. അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അത് ഒരു കുഴപ്പമില്ല. അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സാധനം നന്നായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ കർക്കിടകത്തിൽ ഔഷധക്കഞ്ഞി പറഞ്ഞ പോലെ ഈ സാധനം നന്നായിട്ട് മൂവ് ചെയ്യും. ഒരു വിഷമമില്ല ഉണ്ടാക്കാൻ. കാച്ചിയമൂരിൻ്റെ വേറൊരു രൂപം നമ്മൾ ഈ ഷഡംഗപാനം എന്ന് പറയില്ലേ, വെറുതെ ഘനചന്ദന ചുണ്ഠ്യമ്പ് പപ്പടോ ക്ഷീരസാധിതം ഇതങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ എന്തായി? ഷഡംഗായി. അത്രയേ ഉള്ളൂ. തലേ ദിവസം ഇട്ട് വെച്ച് പിറ്റേ ദിവസം എടുത്താൽ ഷഡംഗായി. ഇത് കഷായം വെച്ചാൽ മാറിയില്ല. കഷായം വയ്ക്കുമ്പോൾ അതിൻ്റെ കൽപ്പന മാറി, ഔഷധ വീര്യം മാറി. അതുപോലെയുള്ള മാറ്റമാണ് ആക്ച്വലി ഇപ്പം നമ്മളൊരു കാച്ചിയമൂര് ഉണ്ടാക്കണതും അതേ സമയത്ത് ഒരു മുക്കുടി ഉണ്ടാക്കണതും. കാച്ചിയമൂർ ഈസ് എൻ ഇൻസ്റ്റൻറ്റ് മുക്കുടി. ഇമ്മീഡിയറ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മുക്കുടിയാണ്. ആ കാച്ചിയമൂരിനെ നമ്മൾ ഒന്നുകൂടി വിപുലമാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ അത് മുക്കുടിയായി. വൈക്കാണ്ട് മേക്ക്. ഞാൻ തരാം യോഗങ്ങൾ എത്ര വേണം, എത്ര യോഗങ്ങൾ വേണം, ഏത് രോഗത്തിലൊക്കെ വേണം, ഐ ക്യാൻ ഗീവ് യു.
Accordingly, we can have it, we can sell it also here. That will be a good asset for many people. ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വി മസ്റ്റ് ബി അവെയർ ഓഫ് വാട്ട് ഈസ് മുക്ടി, വാട്ട് ഈസ് പാനകം, വാട്ട് ഈസ് ഷാഡവം, വാട്ട് ഈസ് രാഗം, വാട്ട് ഈസ് ഖണ്ഡവം. All these things we should know, then only we will be able to treat in that way. But in certain conditions, more than a kashaya or a ghruta yoga, this will work, depending on the condition. But this is a particular kalpana. ഇപ്പോൾ തോയ ഉണ്ടാക്കുന്നില്ലേ, അവിടെ ചുക്കുവെള്ളപ്പൊടി തന്നെ വേണ്ടേ? There is no point in having something else. അപ്പോൾ അതുപോലെയാണത് എന്ന് പറയാം. So I hope all the best. I can contribute more into that, and all of you take serious steps to develop such kinds of practices, which will be an asset for us and also for Ayurveda. And hope ഇങ്ങനെയുള്ള കാര്യങ്ങൾ we should have a discussion also. Why can't we have a discussion of doctors and other people can, and so that we can share our views and perspective on this subject. So I always insist on that, to have more communication each other. Okay, whenever you find time for that, we all assemble. ഞാൻ വേണ്ട, ബാക്കിയുള്ളവരെ അസംബിൾ ചെയ്താൽ തന്നെ മതി. ആൻഡ് യു ക്യാൻ ഹാവ് എ വെരി ഗുഡ് ദിസ് തിങ്. ഒരു എന്താ പറയുക, ആയുർവേദത്തിൻ്റെ നമുക്കൊരു ആധികാരികമായിട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ല എന്നൊരു പറച്ചിൽ ഒരു ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. ഇഫ് യു ഡോണ്ട് നോ, യു നെവർ സേ ദാറ്റ് യു നെവർ നോ. ആൻഡ് ദീസ് പീപ്പിൾ ഹാവ് ടു യൂസ് ദെയർ ടൈം പ്രോപ്പർലി. RIB students, they have to use your time properly. You have to see what is happening around, what is in the campus, who are these people and what they know, and you should have to communicate with all these people. You take interest, you should have the spirit of learning. Otherwise, how an institution can provide you? You can never tell that, oh, adenna padippichilla. Then no, it is your responsibility. Learning is your responsibility. It is not the responsibility of the institution. There are 100 students in the class. Some of them are very good, some of them are average, some of them fail. Why? It is not the difference in the mode of teaching. It's a difference in the level of understanding. So how much focus that you give in that, depending on that. So you have to utilize your time properly. That is what I can suggest for you. And also see what is happening around. What is happening in the kitchen, what is happening in the temple, what is happening in the Kashaya, what is happening in the hospital, who are the doctors treating, and what are the cases that we are treating. All this we should have an idea always. So you have to take effort on that, not just follow your pattern and syllabus as you have done in the university. That is not the way. You have come for a very in-depth study of Ayurveda. So utilize your time properly. It is your responsibility, not the responsibility of the institution. Institution has a part on that, and we will do that. Okay. So with these words I conclude, and thank you so much. I hope this will. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് ഔഷധ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിന് മുൻകാലങ്ങളിലൊന്നും നമ്മളിങ്ങനെ ആചരിച്ചിട്ടില്ല. അപ്പോൾ അതിനൊരു അവസരം ഒരുക്കി തന്ന് ശ്രീ ശിവദാസ് സാർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം എത്തിച്ചേർന്ന് നമുക്ക് മുക്കുടീനെയൊക്കെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയി പറഞ്ഞെന്ന് വാസവൻ സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ആക്ച്വലി ഇവിടെ ഔഷധ സേവാ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുക്കുടി എന്ന് പറഞ്ഞൊരു കൂട്ടും ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് സപ്ലൈ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അത് മെഡിക്കേറ്റഡ് ബട്ടർ മിൽക്കാണ്. അതിനെപ്പറ്റി രസകരമായിട്ടുള്ളൊരു കഥ എന്താണെന്ന് വെച്ചാൽ, പണ്ട് അഷ്ടവൈദ്യന്മാരുടെ ഒരു പ്രിപ്പറേഷനായിരുന്നു ഇത്. തിരുവോണ സദ്യ ഉണ്ട് വൈക്കത്തപ്പന് അജീർണം പിടിക്കുകയും അദ്ദേഹത്തിന് സ്വപ്നദർശനം ഉണ്ടായിട്ട് അത് കുട്ടഞ്ചേരി മൂസ് അദ്ദേഹം പാകപ്പെടുത്തിയെടുക്കുകയും ചെയ്തൊരു പ്രിപ്പറേഷനാണ് മുക്കുടി. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ മാറിയ കാലഘട്ടത്തിൽ ഒരുപാട് അഗ്നിമാന്ദ്യം എപ്പോഴും പ്രിവെയിൽ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആക്ച്വലി ആയുർവേദം അനുശാസിക്കുന്നത് സീസണൽ വേരിയേഷൻസിനും മനുഷ്യൻ്റെ ദേഹത്ത് അതിൻ്റേതായ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഈ ദക്ഷിണായനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കർക്കിടക മാസത്തിൽ അഗ്നിമാന്ദ്യം ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ അഗ്നിമാന്ദ്യം ഇല്ലാതാക്കാനും അഗ്നിയെ ഉദ്ദീപിപ്പിക്കാനും ആമത്തെ പചിക്കാനുമായിട്ടാണ് ഈ മുക്കുടി സേവ ചെയ്തിരുന്നത്. പണ്ട് കാലങ്ങളിൽ ഇത് പ്രസാദമായിട്ട് അമ്പലങ്ങളിലൂടെ ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സിനെല്ലാം കൊടുക്കുക പതിവായിരുന്നു. അപ്പോൾ രോഗാനുസാരമാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം മാറ്റം വരുത്തുക. ആക്ച്വലി പച്ചമരുന്നുകൾ ഉണക്കി അല്ലെങ്കിൽ അരച്ചോ പൊടിച്ചോ മൺകലത്തിൽ മോരിൽ പാകം ചെയ്തെടുത്ത് ഉറിയിൽ കെട്ടി തൂക്കി താഴേന്ന് അതിൻ്റെ തീ വന്നിട്ടുള്ള ചൂട്
വെച്ച് അത് അങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ. അങ്ങനെ പചിക്കപ്പെട്ടെടുത്ത മെഡിക്കേറ്റഡ് ബട്ടർ മിൽക്ക്, അങ്ങനെ പചിക്കപ്പെട്ടെടുത്ത മോരാണ് മുക്കുടി എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി അത് പല തരത്തിലുള്ള മുക്കുടികളുണ്ട്. ചിരുലാതി മുക്കുടി, പുനർനവാതി മുക്കുടി. രോഗാനുസാരേണ നമ്മൾ മുക്കുടിയുടെ ഇൻഗ്രീഡിയൻസ് മാറ്റി ഉപയോഗിക്കും. ഈ പഥ്യകൽപ്പനയിൽ പെടുന്നതാണ്. ആയുർവേദത്തിൽ നമ്മൾ പഞ്ചവിധ കഷായ കൽപ്പനകൾക്ക് ബിസൈഡ്സ് ദാറ്റ് പഥ്യകൽപ്പനകൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ആക്ച്വലി അത് ഹോം റെമഡീസ് ആയിട്ട് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന കൽപ്പനകളാണ്. ലൈക്ക് മെഡിക്കേറ്റഡ് ബട്ടർ മിൽക്ക്. അപ്പോൾ നമ്മൾ ഘളം, യൂഷം, യവാഗു അതുപോലത്തെ പ്രിപ്പറേഷൻസിൽ ഒന്നാണ് മുക്കുടി. ഘളം എന്നുള്ളതാണ് അതിൻ്റെ സാൻസ്ക്രിറ്റ് നെയിം. അപ്പോൾ ആക്ച്വലി ഇവിടെ നമ്മൾ 3 ടൈപ്പ് ഓഫ് മുക്കുടിയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തക്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി ഏറ്റവും കൂടുതൽ ആമപാചനത്തിനും അഗ്നിദീപ്തിക്കും ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മെഡിസിനാണ് തക്രം. അപ്പോൾ തക്രം, ലഘു, കഷായ, അമ്ലം, ദീപനം, കഫവാതജിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തക്രത്തിൽ പ്രിപ്പയർ ചെയ്ത പ്രിപ്പറേഷൻസാണ് മുക്കുടി. അപ്പോൾ നമ്മളിവിടെ 3 ടൈപ്പ് ഓഫ് മുക്കുടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം നമ്മൾ മുക്കുറ്റിയുടെ സ്വരസം, പനിക്കൂർക്കയിലെ സ്വരസം, പുളിയാറിൽ ഇതെല്ലാം വെച്ച് അതിൽ ദീപനപാചനങ്ങളായ പൊടികൾ, ജീരകം, തിപ്പലി, കുരുമുളക് ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ മോരിൽ പചിപ്പിച്ചെടുത്ത് ഒരു ടൈപ്പ് മുക്കുടി നമ്മൾ പ്രിപ്പയർ ചെയ്തു. പിന്നെ ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നിലപ്പനക്കിഴങ്ങ്, ഇഞ്ചി ഇതെല്ലാം കൽക്കാക്കിയിട്ട് കരിമ്പിൻ നീരിൽ പുഴുങ്ങി പിന്നെ അതിൽ പുളിക്കാത്ത മോരും ചേർത്ത് നെയ്യിൽ വറുത്തരച്ച ജീരകവും ചേർത്തിട്ട് മൺകലത്തിൽ വെച്ച് പാകം ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ മുക്കുടി. അപ്പോൾ എല്ലാവരും മുക്കുടിയെല്ലാം സേവിച്ച് സ്റ്റേ ഹെൽത്തി. അവർക്ക് കൊടുക്കും.